എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ സിറ്റുവേഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അവരെങ്ങനെയാണ് ആ സിറ്റുവേഷൻ സർവൈവ് ചെയ്തതെന്ന്. ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയും എങ്ങനെയാണ് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയെന്ന്. ഇതിൻ്റെ തന്നെ എക്സ്ട്രീം മീൻസ് 1000% മാത്രമാണ് വയനാടിൻ്റെ ഒരു സിറ്റുവേഷൻ. ഇന്ന് ആലോചിച്ച് നോക്കി, ഇത് മുല്ലപ്പെരിയാറാണെങ്കിൽ എന്നുള്ളത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം? നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെടാൻ പറ്റിയെന്നിരിക്കാം, പക്ഷെ പറ്റില്ല. പക്ഷെ നമ്മുടെ പിള്ളേരെങ്ങനെ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് എനിക്ക് ഒട്ടും ഉറക്കവും സമാധാനവും ഒന്നും കിട്ടണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു തീയാണ്. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ വളരെയധികം എന്താ പറയുക അവരവരുടേതായ കാര്യങ്ങളിലോട്ട് പോകണേണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രം നമുക്ക് ഇനി നാളെ നമ്മൾ മലയാളികളാണ്, നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നത് പറയാൻ തന്നെയുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ. അതിനുള്ള ഒരു ഐഡന്റിറ്റിക്കുള്ളൊരു ഭീഷണി പോലുമാണ് ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക. സേവ് കേരളം ഫ്രം ദിസ്. ഗൈസ്, നിങ്ങളെല്ലാവരും ഒത്തു നിന്നാൽ, നമ്മളെല്ലാവരും ഒത്തു നിന്നാലേ ഇത് നടക്കുകയുള്ളൂ. ബിക്കോസ് ഇത് നമ്മുടെ നാടാണ്.